എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഹൃദയം നുറുങ്ങിടുമ്പോ, മനസ്സ് തകർന്നിടുമ്പോ, എന്റെ ചാരവേ ആശ്വാസമാ എന്റെ യേശു മാത്രമല്ലോ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹൃദയം നുറുങ്ങുന്ന സമയത്തും എൻ്റെ മനസ്സങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുന്ന സമയത്തും എൻ്റെ ചാരവേ എൻ്റെ യേശു മാത്രം എന്നോടൊപ്പമുണ്ടെന്ന്. നിന്റെ അവസ്ഥകളെ നന്നായിട്ട് അറിയാവുന്നൊരു കർത്താവ്, നീ എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നൊരു കർത്താവ്, നീ ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നത് നന്നായിട്ട് അറിയാവുന്നൊരു കർത്താവ്. ആ കർത്താവ് ഇപ്രകാരമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും, ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും. പ്രത്യാശയോടെ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ, എൻ്റെ ദുഃഖങ്ങളെ സന്തോഷമാക്കുന്നവൻ എൻ്റെ യേശു എന്നോട് കൂടെയുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഓ, ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും, ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും, ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും, ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും. എന്നെ കാത്തിടുന്നവനേ, എന്നെ പോറ്റിടുന്നവനേ, എന്നെ കാത്തിടുന്നവനേ, എന്നെ കാത്തിടുന്നവനേ, എന്നെ പോറ്റിടുന്നവനേ, എന്നെ ഹൃദയം നുറുങ്ങിടുമ്പോ, മനസ്സ് തകർന്നിടുമ്പോ, ഹൃദയം നുറുങ്ങിടുമ്പോ, മനസ്സ് തകർന്നിടുമ്പോൾ എന്നെ പൂർണ്ണമായി അറിയുന്നവൻ, എന്നെ അറിയുന്നവൻ എൻ്റെ യേശു മാത്രമല്ലോ. എന്നെ നന്നായി അറിയുന്നവൻ എൻ്റെ യേശു മാത്രം. എന്നെ പൂർണ്ണമായി അറിയുന്നവൻ എൻ്റെ യേശു, എൻ്റെ യേശു മാത്രം. അതുകൊണ്ട് പറയാമോ? ഇനി നഷ്ടങ്ങൾ ലാഭമാകോ, ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും, ഇനി ദുഃഖങ്ങൾ, ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും, സന്തോഷം, ഇനി നഷ്ടങ്ങൾ, ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും, ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും. ഓ, പെറ്റമ്മ മറന്നിടിലും ഉറ്റവർ കൈവെടിഞ്ഞാലും, പെറ്റമ്മ മറന്നിടിലും ഉറ്റവർ കൈവെടിഞ്ഞാലും, എന്നെ പൂർണ്ണമായി, എന്നെ പൂർണ്ണമായി അറിയുന്നവൻ എൻ്റെ യേശു,
എന്റെ യേശു മാത്രമല്ലോ എന്നെ പൂർണ്ണമായി അറിയുന്നവർ. എന്റെ യേശു അതുകൊണ്ട് പറയാമോ, ഇനി നഷ്ടങ്ങൾ ലാഭമാകോ, ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും. ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും. ഓ ഇനി നഷ്ടങ്ങൾ എല്ലാം ലാഭമാകും. ഇനി ദുഃഖങ്ങൾ സന്തോഷമാകും. എന്നെ കാത്തിടും എന്നെ പോറ്റിടുന്നവനെ, എന്നെ കാത്തിടുന്നവനെ, എന്നെ പോറ്റിടുന്നവനെ. ഓ ബോധമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിടുന്നേ. മോദമെഴോ ഓ മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാമേശുവേ, പാതകർക്കായി തന്ന സ്നേഹ അതിശയമേ. ഒന്ന് പറയാമോ, ഏകജാതനാമേശുവേ, പാതകർക്കായി തന്ന സ്നേഹ അതിശയമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്റെ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, അവൻ ചെയ്ത നന്മകൾ ആയിരം ആയിരം നാവുകളാൽ വർണ്ണിച്ചാലും മതി വരില്ല. നമുക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എത്രയൊക്കെ നാവുകളാൽ വർണ്ണിച്ചാലും, എന്തെല്ലാം അർപ്പിച്ചാലും, പാട്ടുകാരൻ പറയുന്നത് പോലെ 10,000 ചൊല്ലിടുവാൻ പാരിൽ അസാധ്യമഹോ. 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ഹല്ലേലൂയ. പഴയകാല ഭക്തന്മാർ തന്റെ അനുഭവങ്ങളിൽ എഴുതി കുറിച്ച വരികളായത്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അവസ്ഥകളിൽ പ്രതികൂലങ്ങളെ നോക്കി ഭക്തന്മാർ പാടിയതാണ്. 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ ഈ പാരിൽ അസാധ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിനോടൊന്ന് പറയുവാൻ സാധിക്കും, കർത്താവേ, നീ ചെയ്ത ഉപകാരങ്ങൾ അനേകമാണ്, നീ ചെയ്ത നന്മകൾ അനേകമാണ്. പക്ഷെ എൻ്റെ നാവിനാൽ അത് എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഓ 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 1000 ശബ്ദമുയർത്തി വർണ്ണിപ്പതിനെ 10,000
എന്തതിശയമേ അഗാധമായി നമ്മളെ മാറോടണച്ച ആ സ്നേഹം, അതിന്റെ ആഴം എത്രയൊക്കെ വർദ്ധിച്ചാലും ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം അതിശയമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ എന്റെ ആയുസ്സിന്റെ ഒന്ന് പറയാമോ നീ പോയ വഴിയേ നീ പോയ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്ത് ചെന്ന് കാണാമോ ആശയോടെ യേശുവേ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ അരുൾക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ ദിവ്യഗീതത്തെ നീ കാട്ടുക കർത്താവേ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതായെല്ലാം പദവികളും നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വൻകാര്യങ്ങൾ അടിയാനും തിരിച്ചറിയാൻ അടിയാനോ ഓ ബുദ്ധി എനിക്ക് നൽകണമേ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ അരുൾക 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 ഞാൻ
കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, എന്റെ ആയുസ്സിന്റെ നാളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങയുടെ പാതയെ പിൻപറ്റി എന്റെ ജീവിതത്തെ അങ്ങയിലേക്ക് ഏൽപ്പിച്ച് അങ്ങ് എന്താഗ്രഹിക്കുന്നുവോ, അങ്ങ് എന്ത് പ്രതീക്ഷിക്കുന്നു, അപ്രകാരം ഒരു ഫലം കായ്ച്ചു എന്റെ ആയുസ്സിന്റെ നാളെല്ലാം അങ്ങയെ നോക്കി, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി എന്റെ ആയുസ്സിന്റെ നാളെല്ലാം ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഹൃദയത്തിൽ നിന്നും എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ആശയോട് ഞാൻ കടന്നു വരുന്ന അങ്ങയുടെ പാദപീഠത്തിലേക്ക്, ആശയോട് ഞാൻ കടന്നു വരുന്ന അങ്ങയുടെ മാർവിടത്തിലേക്ക്. കർത്താവേ, ഈ നിന്റെ ദാസർക്ക്, ഈ ഞങ്ങൾക്ക് നിന്റെ ഹിതം എന്താണെന്ന് നീ ഞങ്ങൾക്ക് കാട്ടിത്തരണമപ്പ. എന്റെ പ്രാണന്റെ പ്രാണനായ എന്റെ യേശു, എന്റെ ഉള്ളത്തിന്റെ ആനന്ദമേ, എന്റെ ജീവിതത്തിന്റെ സന്തോഷമേ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എന്റെ കർത്താവേ, ഉലകത്തിൽ അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലപ്പ, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഏതുമില്ലപ്പ. നാം ജീവിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്, നാം നിൽക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്. എന്റെ യേശുവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞാനങ്ങയെ സേവിക്കുന്നപ്പ, ഞാനങ്ങയെ ആരാധിക്കുന്നപ്പ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ആരുൾക ആരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, കർത്താവേ ആരുക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ ഉറപ്പോടൊന്ന് വിളിച്ച് പറയാമോ? നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പ, നല്ലൊരപ്പായുണ്ട്,
അതുകൊണ്ട് കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പാടാമോ? ദൈവമുണ്ട് എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിരുന്നു എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം വന്നിടുന്നേ വന്നിടുന്നേ ഞാനിരുന്നു എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയ പിന്നെന്താ അങ്ങയുടെ ഇഷ്ടം? അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ ഒന്ന് വിളിച്ചു പറയാം. വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്നിട്ട് കർത്താവിനോടൊന്ന് പറ, എൻ്റെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പ്രിയന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതിയല്ലോ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണം. ഒരിക്കൽ കൂടി കരമുയർത്തി, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം മാത്രം മതി? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്.